നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ സൂപ്പർ ചിക്കന്റെ റെസിപ്പിയാണ് നോക്കാൻ പോണത്. ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കന്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ പോണത്. എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതില് ഞാൻ ചെറിയ പീസായിട്ടാണ് എടുത്തേക്കുന്നത്. ഒരുപാട് വലുതുമല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല, ഒരിടത്തരം കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അത് വിട്ടു പോകാത്ത രീതിയിൽ വേണം വരയാനായിട്ട്. നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് പിന്നെ നമ്മൾ ഗാർലിക് ചിക്കൻ ആണല്ലോ ഉണ്ടാക്കണേ. അപ്പോൾ അതിനാവശ്യത്തിന് ഗാർലിക് എടുത്തിട്ടുണ്ട്. ഇത്രയും ഗാർലിക്കേ ഞാൻ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് പിന്നെ കുരുമുളക്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഒരുപാട് മസാലാസ് ഒന്നും ഇല്ലാത്ത ഒരു ഡിഷാണ് കേട്ടോ ഇത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചിക്കൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഇത് അത്രയും സ്വാദോടുകൂടി കഴിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഞാനത് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഞാനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു കേട്ടോ. ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ അതിട്ടിട്ട് ആ ചിക്കൻ്റെ പീസൊക്കെ എടുത്തിട്ടിട്ട് അതൊന്ന് വറുത്ത് കോരണം. ഒരുപാട് മുരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് വറുക്കാനായിട്ട്. അത് വറുക്കാൻ മീൻസ് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. ഞാനത് ഒഴിച്ചപ്പോൾ കൂടിപ്പോയതാണ്. അപ്പൊ അത് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും അതിൽ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞിട്ടല്ല ഇടുക, തൊലിയോട് കൂടിയിട്ട് വേണമെങ്കിൽ ഇടാം, തൊലി ഇല്ലാതെ ഇടാം. ഞാൻ തൊലി ഇല്ലാതെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതിട്ടിട്ട് അപ്പൊ നല്ല മണമായിരിക്കും, വീട് മൊത്തം നല്ല മണമായിരിക്കും. ആ ഒരു വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഒന്ന് വറുത്ത് കോരുന്നത് കേട്ടോ. വറുത്ത് കോരുക മീൻസ് ഒരുപാട് വെന്ത് ഒരുപാട് മുരിഞ്ഞു പോകാതെ ഒരു പകുതി പരുവത്തിൽ നമ്മളതെടുത്ത് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു കളർ കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളർ പോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഞാനത് ഒരു ഭാഗം റെഡി ആയപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ചിക്കൻ്റെ പീസും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചിലര് വലിയ പീസാക്കിയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ചെറുതായിട്ട് ചെയ്യാം, അപ്പൊ മസാലാസ് ഒക്കെ നന്നായിട്ട് പിടിക്കും. കാരണം നമ്മൾ ഒന്നാമത്തെ ഇതിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ. പക്ഷെ അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. ദൈവമേ, പറഞ്ഞറിയിക്കാൻ വയ്യ. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇനിയിപ്പോൾ അത് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. വറുത്ത് കോരിയിട്ട് നമ്മൾ ബാക്കിയുള്ള കുറച്ച് ഗാർലിക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ടു. ബാക്കിയുള്ള ഗാർലിക്ക് കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു സവാളയാണ് എടുത്തത് കേട്ടോ. ഒരുപാട് മസാല, വേറെ ഒരു ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. ഒരു ചെറിയ സവാള, പിന്നെ മല്ലിയിലയാണ് ചേർക്കുന്നത്. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇനി ചേർത്തിട്ട് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ പോണത്. ഇനി നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ വേണം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം ഞാൻ വറുത്ത് കോരിയെന്നാണ് പറഞ്ഞത്. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണല്ലോ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അതിപ്പോഴാണ് വറുത്ത് കോരി മാറ്റി വെച്ചു മൊത്തത്തില്. ശേഷം ഞാൻ സെയിം ആ പാൻ തന്നെ വെച്ചിരിക്കുകയാണ് അടുപ്പത്ത്. ആ പാൻ തന്നെ നമ്മൾ അതിന്റെ മസാലാസ് എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെയിം പാൻ തന്നെ വെച്ചിട്ട് കുറച്ച് ബട്ടർ വേണമെങ്കിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ വേണമെന്നുള്ളവർക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ അവരവരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് കോരിയല്ലോ, ആ എണ്ണ തന്നെയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ആവശ്യമില്ല. നമ്മൾ ഇത് ഹെൽത്തി ഫുഡ് കൂടെയാണ്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സവാള, വെളുത്തുള്ളി ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചത് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പാനിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അത് ഒരുപാട് കളർ മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു ശകല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി. ഓവറായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കളർ മാറിയിട്ട് ഒരു വെള്ള കളർ നഷ്ടപ്പെട്ടു പോകും. നമ്മളിപ്പോൾ ക്രീമി ഗാർലിക് ചിക്കൻ ആണല്ലോ, അപ്പൊ അത് വൈറ്റ് കളറിൽ തന്നെ ഇരിക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു സമയം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട്
ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് വഴറ്റി അതിന്റെ കളർ മാറാൻ നിൽക്കണ്ട. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ ഇനി ഒരു ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കാൻ പോണത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ക്രീമാണ്, കുക്കിംഗ് ക്രീം, ഫ്രഷ് ക്രീം, അങ്ങനെ ക്രീംസ് കിട്ടുമല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു കമ്പനിയുടെ ക്രീമാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 150 ml മതിയായിരിക്കും. ഒരു 1/2 കിലോ ചിക്കന് ഒരു 150 ml ക്രീം മതിയായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളുടെ സവാള ഒരുപാട് കളർ മാറാൻ നിൽക്കണ്ട. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ ആ ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 150 ml ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡാക്കാം. കാരണം നമുക്ക് ചിക്കൻ പകുതിയല്ലേ വെന്തിട്ടുള്ളൂ. അപ്പൊ അത് മൊത്തത്തിൽ വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനാവശ്യത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചിക്കനും കൂടെ ചേർത്തിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് വെന്ത് വരുമ്പം നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പോൾ വളരെ അപാരമായ ഒരു ടേസ്റ്റാണ് അത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് വാക്കാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയിരുന്നു അത് കഴിച്ചപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ ആ പാത്രം ഒന്ന് മാറ്റിയായിരുന്നു. കാരണം ഞാൻ നേരത്തെ യൂസ് ചെയ്തത് പാൻ ആണല്ലോ. അപ്പൊ അത്രയ്ക്കുള്ള ഇതില്ല, ഒരു വലിയ പാനായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അപ്പൊ ഞാൻ അതൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് വേറൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ ഇങ്ങനെ ഇട്ടിട്ട് വേവിക്കാൻ പാകത്തിന്. മറ്റേ വലിയ പാൻ വെച്ചപ്പോൾ അതിന്റെ അടപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞില്ല, അപ്പൊ ക്രീം ഒഴിച്ചിട്ട് അതിന് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പീസസും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട്, ഒരുപാടിട്ട് ഇളക്കി ഇതാകണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് വേവിച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ മതിയായിരിക്കും. ചിക്കന് വേവ് ആക്ച്വലി ഒരുപാട് കുറവാണ്, ചിക്കന് വേവ് കുറവാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പകുതി കുക്ക് ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനിയിപ്പോൾ വേവിച്ചെടുത്താൽ മതിയായിരിക്കും. അപ്പൊ ഞാൻ അതിലുള്ള ഗാർലിക്കും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്തപ്പം ഉണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട്, അത് വേണമെന്നില്ല കേട്ടോ. സപ്പോസ് കാരണം എന്താന്ന് വെച്ചാല് അത് നമ്മൾ ഇടുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കറിയുടെ ഒരു കളറ് ചേഞ്ച് ആകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. അപ്പൊ എനിക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറും മണവും സ്വാദും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതൊന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുത്ത് മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ ഫ്ലേവർ. പിന്നെ അതുപോലെ തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരുപാട് മല്ലിയില ഇതുപോലെ ചിക്കൻ വെജിറ്റബിൾ കറി, ചിക്കൻ കറി, പിന്നെ ബീഫ് കറി, ബിരിയാണിയിലൊക്കെ ഒരുപാട് മല്ലിയില ഇങ്ങനെ വാരിക്കോരി ഞാൻ ഇടാറുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ. അപ്പൊ ഞാനത് ഒരുപാടത് കുറച്ച് കുറുകി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് കുറച്ച് ക്രീം ഒഴിച്ചിട്ട് പിന്നീട് അത് ലൂസ് ആക്കും. അപ്പോ ഈ ഒരു പരുവായപ്പോഴത്തേക്കും ചാറ് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ ക്രീം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്നും കൂടെ ലൂസ് ആക്കിയിട്ട് കുറച്ചുകൂടെ നേരത്തെ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ചാറ് കിട്ടും. നമുക്കിത് ചപ്പാത്തി ഇല്ലേ, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, അതിന്റെ കൂടെയൊക്കെ നല്ലതായിട്ട് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത്. ചോറിന്റെ കൂടെ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഇതിൽ നമ്മൾ വേറെ മസാലാസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ ക്രീം ഒഴിച്ചിട്ട് ആ ഒരു തിളപ്പിച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ച് അത് ആ ഒരു ചാറ് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ക്രീം തിളപ്പിച്ചിട്ട് ഇതിൽ ഒഴിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ എനിക്ക് പുതിയ പുതിയ ഡിഷസ് ഉണ്ടാക്കാനായിട്ട് പിന്നെയും പ്രചോദനമാകും. എനിക്ക് ഇതൊരാൾ തന്ന ടാസ്ക് ആണ്. അക്ഷര ഫുഡ് ലാൻഡ് എന്ന് പറയുന്ന ചാനൽ തന്ന ടാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് യുവർ സപ്പോർട്ട്.